الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറും റാഹത്തും സന്തോഷങ്ങളും വർദ്ധിപ്പിച്ചു നൽകട്ടെ. ഇന്നലെ നമ്മൾ പരാമർശിച്ച ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ചെറിയ ചിന്തനീയമായ സാന്ദർഭികമായ ഒരു ചരിത്രം നമുക്ക് കേൾക്കാം. ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവനും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നൊരു വാർത്തയാണ്. ഇന്ന് വധശിക്ഷ നടപ്പാക്കാനിരിക്കുന്ന ഒരു ഇന്ത്യൻ പൗരയുടെ വധശിക്ഷ ചില മഹത്തുക്കളുടെ ഇടപെടൽ കാരണം അത് നീട്ടിവെച്ചു, മാറ്റിവെച്ചു എന്ന് പറയുന്ന അർത്ഥം. ഇന്ന് ശുഭ പ്രഭാതത്തിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. ഇന്ത്യക്കാരിയായൊരു സ്ത്രീ യമൻ എന്ന അറബ് രാജ്യത്തേക്ക് തൊഴിലിന് വേണ്ടി പോവുകയും തൊഴിൽ മേഖലയിലെ തൻ്റെ പങ്കാളിയെ നിഷ്ഠൂരമായി കൊല ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട് ജയിലിലടക്കപ്പെടുകയും തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ആ വിധി തീർപ്പായി മറ്റ് മാർഗങ്ങളൊന്നും അവലംബിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ സ്ത്രീയെ പകരം കൊല്ലണമെന്ന്, അങ്ങനെ ആ പകരം കൊല്ലാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസം ഈ ജൂലൈ 16 ദിവസമായിരുന്നു. പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെ ഒരു കോടതി വിധി വന്നാൽ പിന്നെയും വല്ല ഓപ്ഷൻ ഉണ്ടോ എന്ന് പരിശോധിച്ച് ആ ഓപ്ഷൻ സ്വീകരിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിലെ സ്ത്രീ എന്നതിലപ്പുറം ഇന്ത്യയുടെ പുറത്തുപോയി രാജ്യത്ത് പണിയെടുക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരി എന്നുള്ള നിലക്ക് നമ്മുടെ ഒരു സഹോദരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മഹത്തായ ഈ ജമാഅത്തിന്റെ ഖാദി കൂടിയായ ബഹുമാന്യരായ AP ഉസ്താദ് ഇടപെടുകയും അവിടുത്തെ പണ്ഡിതന്മാർ ഇടപെട്ട് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നതിൻ്റെ ഫലമായിട്ടാണ് തൽക്കാലം ഇന്ന് നടപ്പാക്കാനിരുന്ന വധശിക്ഷ മാറ്റിവെച്ചിട്ടുള്ളത്. ഇനി അവിടെ അടുത്തൊരു ഓപ്ഷൻ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ, ഒന്നും കൂടി ചർച്ച ചെയ്യാലോ എന്നുള്ള നിലക്കാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പഴയ കാലത്തുണ്ടായ ചെറിയൊരു ചരിത്രം നമുക്കിവിടെ വായിക്കാം. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിലൂടെ ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ്. അന്ന റുബയ്യ ബിൻതൽ നദർ, നദർ ബിൻ ഹാരിസ് എന്ന് പറയുന്നവരുടെ മകളായ റുബയ്യ എന്ന സ്ത്രീ, അമ്മത്തഹു, അതായത് അനസ് ബിൻ മാലിക് എന്നവരുടെ അമ്മായിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന കുഞ്ഞിമ്മ, ഉപ്പാന്റെ പെങ്ങൾ. അനസ് ബിൻ മാലിക്കിന്റെ ഉപ്പാന്റെ പെങ്ങളാണ് റുബയ്യയുടെ മോളായിട്ടുള്ള പിന്നെ നദറിന്റെ മോളായ റുബയ്യ. അവരൊരു അക്രമം ചെയ്തു ആ കാലത്ത്. കസറത്ത് സനിയത്തെ കാര്യത്തിൽ ഒരു അടിമ സ്ത്രീയുടെ മുൻപല്ല് പൊട്ടിച്ചു. എന്തോ ആയപ്പോ അടിച്ചിട്ടുണ്ടാവും. അടിച്ചപ്പോ പല്ല് പൊട്ടി. അങ്ങനെ പല്ല് പൊട്ടിയ പ്രശ്നം തന്നെയാണ്. വിശുദ്ധ ഇസ്ലാമിൽ പല്ല് പൊട്ടിക്കാൻ പാടില്ല. പൊട്ടിച്ചാൽ അതിന് കേസ് കൊടുത്താൽ പകരം ഈ പൊട്ടിച്ചയാളുടെ പല്ലും അതേപോലത്തെ പല്ല് ഓടിച്ചു കൊടുക്കും. അസ്സിന്നു ബിസ്സിന്ന് അൽ ഐനു ബില്ലൈൻ, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ ഖിസാസ്, പകരം ക്രിയ എന്ന് പറഞ്ഞ ഒരു പരിപാടി. ഏതോ ആകട്ടെ, റുബയ്യ എന്ന പെണ്ണ് അടിമ സ്ത്രീയുടെ മുൻപല്ല് പൊട്ടിച്ചു. അങ്ങനെ ഈ അടിമ സ്ത്രീയുടെ കുടുംബം വന്നിട്ട്, അല്ല റുബയ്യയുടെ കുടുംബം ചെന്നിട്ട് അടിമ സ്ത്രീയുടെ കുടുംബമായിട്ട് സംസാരിച്ചിട്ട് മാപ്പ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ ആ പെൺകുട്ടിയുടെ കുടുംബം വിസമ്മതിച്ചു. നിങ്ങൾക്ക് മാപ്പ് തരാൻ പറ്റൂല. അപ്പൊ ഇവരെന്ത് ചെയ്തു? ദിയാധനം എന്ന് പറഞ്ഞാൽ പല്ല് പൊട്ടിയതിന് പകരം ഞങ്ങൾ എന്ത് ചെയ്യാം? പണം തരാം, ധനം തരാം.
എന്നിട്ട് ഞങ്ങളെ വിട്ടുകയറിയുന്നു. അങ്ങനെ ഈ നമ്മൾ ഈ പറയുന്ന ദിയാദാനം ദിയത്ത് എന്നാണ് അറബിയിൽ ഈ കൊല്ലപ്പെട്ടതിന് പകരം കൊടുക്കുന്നതിനൊക്കെ പറയുന്നത്. അതിന് നമ്മളെ മലയാളത്തിൽ ദയാധനം എന്ന് പറയുന്നു. ദയ കൊണ്ട് വിട്ടുകൊടുക്കുക, എന്നിട്ട് അതിന് ധനം വാങ്ങുക പകരം. അപ്പൊ ഈ റുബയ്യയുടെ കുടുംബം മറുഭാഗത്തോട് ഞങ്ങൾ എന്തെങ്കിലും ധനം തരാം, എന്നിട്ട് ഞങ്ങളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം. അപ്പോഴും അവരത് വിസമ്മതിച്ചു, അതിനും തയ്യാറല്ല. അപ്പം പൂർണ്ണമായിട്ട് വെറുതെ മാപ്പ് കൊടുക്കാൻ അതിനും തയ്യാറല്ല, പണം വാങ്ങിയിട്ട് മാപ്പ് കൊടുക്കാൻ അതിനും തയ്യാറല്ല. ഇത് രണ്ടും തയ്യാറല്ലാതെ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ റസൂലുള്ളാഹിനെ സമീപിച്ചു. അവിടുന്ന് സംസാരമായി. അപ്പൊ റസൂലുള്ള ചോദിക്കുമല്ലോ, ജഡ്ജാണല്ലോ, എന്താ ചെയ്യുന്നത്? മാപ്പ് കൊടുക്കുന്നു, ധനം വാങ്ങിയിട്ട് മാപ്പ് കൊടുക്കണമെങ്കിൽ അതിനെ കൊടുക്കാലോ, അങ്ങനെ ചെയ്യുന്നു. അപ്പോഴും ഈ പെൺകുട്ടിയുടെ കുടുംബം ഖിസാസ് അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. ഖിസാസ് എന്ന് പറഞ്ഞാൽ പകരം ചെയ്യണോ, ഇങ്ങോട്ട് പല്ല് പൊട്ടിച്ചത് കൊണ്ട് അവരുടെ പല്ല് തിരിച്ചങ്ങോട്ട് പൊട്ടിക്കണേ. മുൻപിൽ എന്നാണ് ഈ കാണുന്ന രണ്ട് പല്ലാണ് പറയുന്നത്, താഴെയുള്ള പല്ല് മേലുള്ള പല്ല്, ഈ മുന്നിലെ രണ്ട് പല്ല്, ആ പല്ലാണ് മുന്നിൽ. അങ്ങനെ എന്ത് ചെയ്തു? ആ കുടുംബം വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോ ജഡ്ജാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅമറ ബിൽ ഖിസാസ്, എന്നാ പിന്നെ ഖിസാസിന് ഉത്തരവിട്ടു, എന്നാ പിന്നെ പകരം പല്ല് പൊട്ടിക്കാം എന്ന് പറഞ്ഞത് ചെയ്തു, ഉത്തരവിട്ടു, തീരുമാനിച്ചു. ഇപ്പൊ കോടതി വിധിയായാലും ഇനി എന്തായാലും റുബയ്യയുടെ പല്ല് പൊട്ടിക്കപ്പെടുക തന്നെ ചെയ്യും. ഫഖാല അനസ് ഇബ്നുൻ നദർ, ഈ വിധി വന്നതിന്റെ ശേഷം ഈ റുബയ്യയുടെ ഒരു ആങ്ങളുണ്ട്, ഓറെ പേരും അനസ് തന്നെയാണ്. അനസ് ഇബ്നുൻ നദർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അതുക്സറു സനിയത്തു റുബയ്യ, അല്ലാഹുവിന്റെ ദൂതരെ, എന്റെ പെങ്ങളാകുന്ന റുബയ്യയുടെ പല്ല് പകരമായി പൊട്ടിക്കപ്പെടുമോ? ലാ വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ തുക്സറു സനിയത്തുഹാ, അങ്ങയെ അയച്ചിട്ടുള്ള അല്ലാഹുവാണ് സത്യം, എന്റെ പെങ്ങളാകുന്ന റുബയ്യയുടെ പല്ല് പൊട്ടിക്കപ്പെടാൻ പോകുന്നില്ല. ഒറ്റ വാർത്ത, അങ്ങയെ അയച്ച അല്ലാഹുവാണ് സത്യം, എന്റെ പെങ്ങൾ റുബയ്യയുടെ പല്ല് പൊട്ടിക്കപ്പെടാൻ പോകുന്നില്ല, പല്ല് പൊട്ടൂല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അനസ്, അനസേ, കിതാബുല്ലാഹിൽ ഖിസാസ്, അല്ലാഹുവിന്റെ തീരുമാനമല്ലേ ഖിസാസ്, എനിക്ക് അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ തീരുമാനമാണ് ഖിസാസ്, അതിലപ്പുറം ഒന്നുമില്ല, അത് നടക്കുന്നു. അങ്ങനെ പിന്നീട് സംഭവിച്ചത് എന്താണ്? പിന്നീടാണ് അവിടെ വിസ്മയം തീർക്കപ്പെടുന്നത്. ഈ പറയപ്പെട്ട അനസ് ഇബ്നുൻ നദർ റുബയ്യയുടെ ആങ്ങള വീണ്ടും ഈ കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ അവസാനം ഈ പെൺകുട്ടിയുടെ കുടുംബം സംതൃപ്തരായി, മാപ്പ് കൊടുക്കാൻ അവർ തയ്യാറായി, മാപ്പ് കൊടുത്തു. അങ്ങനത്തെ ഒരു സംഭവം ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായത്. അപ്പൊ കോടതി വിധിച്ചത് എന്താ? പകരം പല്ല് പൊട്ടിക്കണോ? വിധി ഒഴിവായി. കാരണം ഒരു മാപ്പ് കൊടുത്തതാണ്, ലാസ്റ്റ് കഴിഞ്ഞ് മാപ്പ് കൊടുത്ത് ഒഴിവായി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സംഭവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അല്ലാഹുവിന്റെ ദാസന്മാർ, അടിമകൾ, മുഅ്മിനീങ്ങൾ, അവരെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവര് വല്ലതും പറഞ്ഞതുപോലെയാണ്. അനസ് ഇബ്നുൻ നദറിന്റെ വായു കൊണ്ട് പറഞ്ഞില്ലേ, അങ്ങയെ അയച്ച അള്ളയാണ് സത്യം, എന്റെ പെങ്ങളെ റുബയ്യയുടെ പല്ല് പൊട്ടൂല എന്ന് പറയില്ല, പൊട്ടാൻ തന്നെ. പിന്നീട് ആ തീരുമാനത്തിലേക്കല്ല എത്തിയത്. അതിനെപ്പറ്റി റസൂലുള്ള പറയാണ്, അള്ളാന്റെ ദാസന്മാരിൽ ചില ആളുകളുണ്ട്, അവര് വല്ലതും പറഞ്ഞതുപോലെയാണ്. ഔലിയാക്കന്മാർക്ക് അങ്ങനെയുണ്ട്, ചില വാക്കുകൾ പറഞ്ഞതുപോലെ സംഭവിക്കും. അതിൽ പെട്ടതാണിത് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ ചരിത്രം ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്നത്തെ വേളയിൽ നമുക്ക് വായിക്കാനും പഠിക്കാനും പറ്റിയ ഒരു ചരിത്രമാണ്. നമ്മുടെ ഈ പെണ്ണിന്റെ സ്ത്രീയുടെ കാര്യത്തിലും അവസാനം ആ കുടുംബം വഴങ്ങുന്നില്ലെന്ന് വന്നപ്പോൾ കോടതി അവസാനം ഉത്തരവിട്ടതാണ്, എന്നാൽ പകരം കൊല്ലുക, വേറെ മാർഗമല്ല, ഇസ്ലാമിന്റെ നിയമമാണ്.
കൊല്ലുന്ന വക്കിലെത്തിയപ്പോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പോലും സുപ്രീം കോടതിയിൽ നിസ്സഹായത പ്രകടിപ്പിച്ചു. ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന പരിധിയോളം ഞങ്ങൾ ഇടപെട്ട് ഞങ്ങൾക്ക് ഇനി ഇടപെടാൻ കഴിയില്ല. രാജ്യവും തമ്മിലുള്ള ബന്ധം നോക്കിയിട്ട് ഇടപെടാൻ പറ്റുന്നിടത്തോളം ഇടപെട്ടു, പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള വിവരം വന്നു. ആ വാർത്ത വന്നപ്പോഴാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നുള്ള നിലക്കാണ് വന്യരായ ഉസ്താദ് അവർകൾ യമൻ രാജ്യത്തെ പണ്ഡിതന്മാരുമായി ബന്ധവും സ്വാധീനവും പരിചയവും ഉപയോഗപ്പെടുത്തിയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കേസുണ്ട്, ഇന്ത്യ രാജ്യത്തെ ഒരു സ്ത്രീയാണ്, അത് ഒന്നുകൂടി ആ കുടുംബത്തായിട്ട് സംസാരിച്ചിട്ട് ശരീഅത്തുൽ ഇസ്ലാമിൽ അല്ല ഖുർആനിൽ പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഓപ്ഷൻ അവരോട് സ്വീകരിക്കാൻ പറ്റൂല എന്ന് ഒന്നുകൂടി ലാസ്റ്റ് ഒന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അവരവിടെ നിന്ന് ഇറങ്ങി കുടുംബമായിട്ട് സംസാരിച്ചതിന് ശേഷം അയഞ്ഞു കോടതിക്ക് വിവരം കൊടുത്തു. അപ്പോഴാണ് കോടതി പറഞ്ഞത് മാറ്റിവെച്ചിരിക്കുന്നു, ഇനി ഒരു പുതിയ തീരുമാനം ഉണ്ടായാലേ ചെയ്യൂ. അപ്പൊ ഇതൊക്കെ ഇസ്ലാമിലുള്ള ഓപ്ഷനാണ്. അപ്പൊ ഇസ്ലാമികമായി സുപ്രീം കോടതി വിധിച്ചാൽ തന്നെയും ആ വിധിയെ മറികടക്കാൻ പറ്റുന്ന ഒരു പവർ പരിശുദ്ധ ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഈ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്, കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും കാരണം ഉണ്ടാകുമ്പോഴേക്കും കൊല്ലപ്പെടുകയില്ല. പരമാവധി കൊലപാതകത്തിൽ നിന്ന് ഒഴിവാകാനും മനുഷ്യത്വത്തോട് ഒന്നിച്ചു നിൽക്കാനും മനുഷ്യനെ ജീവിക്കാനും വളരാനും അനുവദിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ. കൊന്നു തള്ളലല്ല, പരമാവധി കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കണ്ടില്ലേ, ഇപ്പൊ കൊല്ലാൻ വേണ്ടി സുപ്രീം കോടതി വിധിച്ചതിൽ നിന്ന് വീണ്ടും മാറി കൊലപാതകം ഒഴിവാക്കുന്ന രീതിയിലേക്ക് പോകും. അതാണ് ഇസ്ലാമിന്റെ മാനവികത എന്ന് പറയുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയുന്നത് ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് രക്ഷപ്പെടാനും നല്ലത് ചിന്തിച്ച് നല്ലതുപോലെ ജീവിച്ചു മരിക്കാനുള്ള നല്ല അവസ്ഥ, നല്ല അന്തരീക്ഷം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. നന്മക്ക് വേണ്ടി പണിയെടുക്കുന്ന ഏതെല്ലാം ആളുകളുണ്ടോ, ഉസ്താദുമാരുണ്ടോ, നേതാക്കളുണ്ടോ, പ്രവർത്തകരുണ്ടോ, സേവകന്മാരുണ്ടോ, എല്ലാവർക്കും അല്ലാഹു മതിയായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും എല്ലാം അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുകയും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരുകയും ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.